ഹലോ, ഗുഡ് മോർണിംഗ്. നിഹമോൾക്കുള്ള കഞ്ഞിയാണ് ഈ പാർസൽ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് നിഹമോളെയും പാർസൽ ചെയ്ത് ചേച്ചിയുടെ വീട്ടിലാക്കണം കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്കൊരു കമ്മൽ എടുക്കാനായിട്ട് ജ്വല്ലറിയിലോട്ട് പോകണം. അപ്പോൾ എന്തായാലും ഇന്ന് ഈ ഗ്രൂപ്പിനെ കൊണ്ട് പോകത്തില്ല. കാരണം അന്ന് പോത്തീസ് മഹാലിൽ മോൾക്ക് വള എടുക്കാൻ പോയപ്പോഴേ ക്ഷീണിച്ചു കേട്ടോ, ഞാനും അമ്മയും. കാരണം ആ പോത്തീസ് മഹാലിൻ്റെ ഏക്കർ മൊത്തവും അവൾ ഓടി അളന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും കൊണ്ടുപോകണ്ടെന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. കാരണം ഞങ്ങൾക്ക് സമാധാനമായിട്ട് സെലക്ട് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് എല്ലാം പാക്ക് ചെയ്ത് അവളുടെ ഡ്രസ്സും ഫുഡും എല്ലാം പാക്ക് ചെയ്ത് നേരെ ദിവ്യേശ്വരി അവിടെ കൊണ്ടങ്ങ് ആക്കി കേട്ടോ. അപ്പോൾ ദിവ്യേശ്വരി ഇവിടെ തൊട്ടപ്പുറത്താണ്. അപ്പോൾ കൊണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് കളിച്ചോളും. ദിവ്യേച്ചി ഫുഡെല്ലാം കൊടുത്തോളും, ബാക്കി കാര്യങ്ങളെല്ലാം ദിവ്യേച്ചി നോക്കിക്കോളും. അതുപോലെ അവൾക്കും ഭയങ്കര കംഫർട്ട് സോണാണ് ദിവ്യേച്ചി എടുത്ത് നിൽക്കുമ്പോഴത്തേക്ക്. അതുകൊണ്ട് ഞങ്ങൾക്കും ടെൻഷനില്ല. ദിവ്യേച്ചിയുടെ അടുത്ത് ആക്കിയിട്ട് എവിടെ വേണോ പോകാൻ കേട്ടോ. അങ്ങനെ ആ ദിവ്യേച്ചിയുടെ അടുത്ത് ആക്കിയിട്ട് ഞങ്ങൾ നേരെ പോയത് ജോയ് ആലുക്കാസിലാണ്. അത്യാവശ്യം നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നേ. ഞാൻ ഇടുന്ന സ്റ്റഡാണ്. അപ്പോൾ എൻ്റെ സ്റ്റഡ് മുമ്പ് അയാളുടെ അമ്മ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന സ്റ്റഡായിരുന്നു. അത് എൻ്റെ പുത്രി വലിച്ചു പൊട്ടിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ സ്റ്റഡ് തന്നെയാണ് എടുത്തത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സ്റ്റോണൊക്കെ ഉള്ളതാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നേ. അപ്പം ജ്വല്ലറി പോയി വായിട്ട് അലച്ച് ബാർഗിൻ ചെയ്തൊക്കെ ക്ഷീണിച്ച് വന്നതുകൊണ്ട് വന്ന വഴിക്ക് പപ്സൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. വീട്ടിൽ വന്ന് ഒരു ബ്ലാക്ക് കോഫിയൊക്കെ ഇട്ട് പപ്സൊക്കെ കഴിച്ച് റിലാക്സ് ആയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ, സീ യു.